C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നാളത്തെ ദിവസം സത്യഭാമയുടേതാ. എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണം കൊണ്ടെല്ലാം വിലയ്ക്ക് വാങ്ങാന്ന് കരുതുന്നോളാ നിന്റെ അമ്മ. സ്നേഹം, ദയ, കരുണ, സന്തോഷം, ഇതൊക്കെ പണം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കിട്ടില്ല. ഭാമ പണം കൊണ്ട് ശാലിനി വിലക്കെടുക്കാൻ നോക്കിയിട്ടുണ്ടാവും. എങ്കിൽ അവളുടെ പത്തി നോക്കി തന്നെ അടിച്ചിട്ടുണ്ടാവും ശാലിനി. അതിന്റെ കരുവാ ഈ കാണിച്ചതൊക്കെ. ഇതെന്താ എടുക്കാതെ? എടുത്തൂടെ? ഇനിയിപ്പൊ ഇതെന്താ? എടുക്കില്ല എന്നുണ്ടെങ്കിലേ ഇനിയും വിളിച്ചോണ്ടിരിക്കും. എന്താ നോക്കാം. ഹലോ ഹലോ, അല്ല ഇയാളവിടെ എന്ത് ചെയ്യാ? ഞാനേ മുടി മുറിക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ കയറിയതാ. ഒന്ന് മുട്ടയടിച്ചാലോ എന്നൊരാലോചന. മുടി മുറിക്കാനാ? എന്റെ പൊന്നു മാഷേ, ഇയാൾക്ക് അറിഞ്ഞൂടെ ഞാൻ കുത്തിയിരുന്ന് ഇവിടെ പഠിക്കുകയാണെന്ന്? അല്ല എന്നാലും അല്ല, ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? എന്താണാവോ ഇപ്പൊ അറിയേണ്ടത്? അതെ, അവിടെ അവിടെ മഴയുണ്ടാ? ഇല്ലെങ്കി ഇയാൾ പേയിക്കോ? മഴയുടെയും കാറ്റിന്റെയും കാര്യം മാഷ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ വിളിച്ച് ചോദിച്ചാ മതി. തൽക്കാലം എനിക്ക് പഠിക്കാനുണ്ട്. അത് പിന്നെ അയ്യോ, കറണ്ട് പോയല്ലോ. അയ്യോ, കറണ്ട് പോയാ? പോയെങ്കി ഉണ്ടാക്കി തരാൻ പറ്റുമോ മാഷിനെ കൊണ്ട്? അത് വേണമെങ്കിൽ 1.5 ചക്ക് നോക്കാം. അതോ 2 ചക്ക് കറണ്ട് മതിയാ? അതെ, ഞാനേ ഇവിടെ നല്ല ടെൻഷനില്ല. എല്ലാം കൂടി ഫൈനലായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കറണ്ട് ഇല്ലെങ്കിലേ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് കണ്ണ് കഴിക്കും. 2-3 ദിവസമായിട്ട് ഉറങ്ങാതെ പഠിക്കുന്നോണ്ടേ നല്ല ക്ഷീണവും ഉണ്ട്. വീണു പോന്നൊരു പേടി. അതിനിടയിലേ ഇമാതിരി തമാശ പറയല്ലേ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. പോട്ടെ പോട്ടെ. ഞാൻ എങ്ങനെയെങ്കിലും വെളിച്ചം കിട്ടാൻ ഒരു വഴി അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കിട്ടി. അപ്പൊ ഞാൻ വെക്കാണേ. അയ്യോ, വെക്കല്ലേ. അല്ല ഇയാളെ നാളെ എങ്ങനെ പരീക്ഷ എഴുതാൻ പോണേ? സാധാരണ മനുഷ്യരെ പോലെ പേനയെടുത്ത് നടന്നു പോവും. പേനയൊക്കെ നടത്തും. അതല്ല, കൂടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. അവൾ ഒരു പരീക്ഷയിൽ തോറ്റു. പക്ഷെ ഇപ്പൊ വീണ്ടും പരീക്ഷ എഴുതിയാ അവള് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് വാശിയിലും ആത്മാർത്ഥതയിലുമാ അവള് പഠിച്ചോണ്ടിരിക്കുന്നത്. മെയിൻ എക്സാം പാസ്സായ പിന്നെ ഇന്റർവ്യൂ എന്നൊരു കടമ്പ മാത്രമേ IAS എന്ന സ്വപ്നത്തിലേക്ക് അവളുടെ മുന്നിലുണ്ടാവൂ. അതുകൊണ്ട് അവള് നാളെ ആ പരീക്ഷ എഴുതാൻ പാടില്ല. അവളെങ്ങാനും ആ പരീക്ഷ പാസ്സായി കളക്ടറായി കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബാലേന്ദ്രന് നന്നായിട്ട് അറിയാലോ. മനസ്സിലായി സുസ്മിതേ, അവൾ എഴുതില്ല നാളത്തെ പരീക്ഷ.
സുസ്മിത ധൈര്യമായിട്ട് ഫോൺ വെച്ചു. അവൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുക്കുന്നതേ ഞാനാ, ഈ ബാലചന്ദ്രൻ. അതെ, ഇനി എന്താ? ഈ കളക്ടറിന്റെ മുകളിലാരാ? മന്ത്രി. അല്ല, എന്നാ പിന്നെ ഇയാൾക്ക് മന്ത്രിയാവാൻ പഠിച്ചാ പോരെ? മന്ത്രി ആവാനേ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ ഇയാള് പഠിക്കണേ? എടോ, തന്നെ ഞാൻ മന്ത്രിയാക്കുമല്ലോ. അതെ, ഇനി ഇവിടെ ഇരുന്ന് ഒരു അക്ഷരം സംസാരിച്ചാലേ ഈ പെൻസിൽ വെച്ച് കുത്തിക്കൊല്ലും ഞാൻ. വേണ്ട, പെൻസിൽ കൊണ്ട് കുത്തേറ്റിട്ടുള്ള മരണം ഒരു ധീരനെ ചേർന്നതല്ല. ചായ, ഉറങ്ങുന്നവർക്ക് ചായ കുടിക്കാം. ചായ ചായ. ഉറങ്ങാണ? അയ്യോടാ, ചൂടുണ്ടേ? അതെ, പിന്നെ വടയെന്നൊരു ഓളത്തിന് പറഞ്ഞു എന്നുള്ളൂ, വടയില്ല കേട്ടോ. ഇനിയിപ്പോ ഇയാൾക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഇനിയിപ്പോ അവിടെ ആവശ്യമുള്ള അനുസാരികൾ കൂടി ഉണ്ടെങ്കിൽ ഞാനൊരു ശ്രമം നടത്തി നോക്കാം. പിന്നെ ഇയാള് പറഞ്ഞവരോടും വേണം, അല്ലാതെ എനിക്കറിയില്ല. ഇങ്ങനെ പാചകം പഠിപ്പിക്കാനല്ല, സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനാ ഞാൻ ഈ രാത്രി ഇവിടെ കുത്തിയിരിക്കുന്നത്. കുത്തിയിരുന്നോ? പിന്നെ ചായ ആവശ്യം പോലെ എടുത്ത് കുടിച്ചോണം. ഉറക്കം വരൂല, വിശക്കൂല. ചായ ഉണ്ടാക്കാനൊക്കെ അറിയാലോ. ഇത്തരം കാര്യങ്ങൾ ഭാര്യമാരറിയുന്നത് ഒരു അപകടമാണ്. അല്ല, ഇയാളിനിപ്പോ ജില്ലാ കളക്ടറിന്റെ വണ്ടിയിൽ വന്നിറങ്ങുമ്പോ എന്നോട് ചായ ഇട്ടോണ്ട് വരാൻ പറയില്ലേ? സാധ്യതയുണ്ട്. നല്ല അസല് ചായ. താങ്ക് യു. ഞാനേ ഇപ്പൊ വരെ. അതെ, എന്താ പരിപാടി? അതൊക്കെ വന്നിട്ട് പറയാം. ഇതെന്താ പുതിയ പരിപാടി? ഇയാളെ കാൽ രണ്ടിടത്ത് ഇതിലേക്ക് വെച്ചേ. വെക്കടോ. ഇയാളോട് വെക്കാൻ പറഞ്ഞു. എടോ, കാൽ ഇതിലിങ്ങനെ തണുത്തോണ്ടിരുന്ന ഉറക്കം വരില്ല എന്ന ശാസ്ത്രം. എന്നിട്ടേ വെള്ളത്തിൽ നിൽക്കുന്ന കൊക്ക് ഉറങ്ങുന്നുണ്ടല്ലോ. അത് ഒറ്റക്കാലായോണ്ടാ, രണ്ടു കാലം വെച്ചാലേ ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. ഓ, കൊള്ളാം. തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. അല്ല, ഈ ഉറക്കൊളിച്ചിരുന്ന് പഠിച്ചൊക്കെ ശീലമുണ്ട് അല്ലേ? ഉറക്കൊഴിച്ചിട്ടുണ്ട പട്ടി പഠിക്കും. പിന്നെന്തിനാ കാല് വെള്ളത്തിൽ വെച്ച് ഉറങ്ങാതിരിക്കുന്നേ? ക്രിക്കറ്റ് കളിയാണ്. മിക്കവാറും കളിയൊക്കെ രാത്രിയിലാണല്ലോ. പിന്നെ വേറൊരു പ്രയോഗമുണ്ട്. അതെന്താ? പച്ചീർക്കലി. അതെന്തിനാ? അതിങ്ങനെ എടുത്തിട്ടെ അത് ഇവിടെ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചാലേ കൺപോളടയില്ല. ഈ ഉണ്ടകളിലെ കുത്തി വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. ഒന്ന് പോയ മാഷ, ഞാൻ ഇരുന്ന് പഠിക്കട്ടെ. പോ. ഓ ആയിക്കോട്ടെ, നമ്മളൊരു ശല്യം. ഇത്രയും വലിയ പരീക്ഷ എഴുതാൻ പോകുമ്പോ അമ്പലത്തിലൊന്നും പോവേണ്ടതായിരുന്നു. സാരമില്ല, കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും ഒന്ന് കയറി തൊഴുതാ മതി. എന്റെ കുടുംബത്തിന് വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്തേന്നാണോ പറയുന്നത്? എങ്കിൽ നീ നാളെ വൈകിട്ട് സീതാ മൗണ്ടിലെ കാളി ക്ഷേത്രത്തിലേക്ക് വാ. അവിടെ വെച്ച് വിശ്വസിക്കാം ഞാൻ നിന്നെ. ഈ
സീതാമോളിലെ കാളിക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അമ്മ? നിന്നോടാരാ ഇപ്പം ആ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞത്? അത് ആരെങ്കിലും ആവട്ടെ, അമ്മ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയും. അത് വനത്തിന് നടുവിൽ ഒരു കോവിൽ, ഉഗ്രശക്തിയുള്ള മൂർത്തി, തുറസായ സ്ഥലത്ത് പ്രതിഷ്ഠ, പെരുമഴകൾ പലതും പെയ്തൊഴിഞ്ഞിട്ടും കോപം ശമിക്കാത്ത ദേവി. രാജാക്കന്മാരുടെ കാലത്ത് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം തെളിയിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. ക്ഷേത്ര കവാടത്തിനടുത്ത് നിന്ന് ശ്രീകോവില് വരെ മുട്ടില് നീന്തി എത്തണം. അങ്ങനെ എത്തിയാൽ ആള് പറഞ്ഞത് സത്യം, എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അസത്യവും. കള്ളം പറഞ്ഞോ മനസ്സിൽ കള്ളം വിചാരിച്ചോ ആ മൂർത്തിക്ക് മുന്നിൽ ആർക്കും നിൽക്കാനാവില്ലത്രേ. മുട്ടിൽ നീന്തുന്നതിനിടെ രക്തം ഛർദിച്ചും കുഴഞ്ഞു വീണ് മരിച്ചവരുടെയും കഥകൾ ധാരാളമാ. അങ്ങനെയുള്ള പരാതികൾ കുറെ ആയപ്പോ സർക്കാർ തന്നെ ഇടപെട്ട് ആ ആചാരം നിർത്തിവെച്ചു. ഇപ്പോ കാട് കയറി കിടക്കുക ആ ക്ഷേത്രം. എങ്കിലും ജോലി ഇല്ലാതായ അവിടത്തെ പൂജാരി നിത്യപൂജ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ദേവീ കോപം കൊണ്ട് നാട് നശിക്കോത്രേ. ആവശ്യക്കാർക്ക് അയാള് രഹസ്യമായിട്ട് സത്യപരീക്ഷണങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. മോളെ, നീ ഇപ്പൊ എന്താ ആ ക്ഷേത്രത്തിന്റെ കാര്യം ചോദിച്ചത്? സത്യമ്മയുടെ കാര്യം അമ്മയോട് പറഞ്ഞാൽ ശരിയാവില്ല. അമ്മ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. എന്റെ കൂട്ടുകാരില്ലേ അമ്മ നന്ദ, അവളുടെ വീട്ടിൽ എന്തോ പ്രശ്നം. അപ്പം ആരോ പ്രശ്ന പരിഹാരത്തിന് പറഞ്ഞു കൊടുത്തതാ ഈ അമ്പലത്തിന്റെ കാര്യം. തീക്കൊള്ളി കൊണ്ട് കളിക്കുന്നത് പോലെയാ ആ അമ്പലമായിട്ടുള്ള കാര്യം. പഠിച്ചതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടമ്മേ. ഇതങ്ങ് കഴിച്ചേ. എനിക്കിപ്പൊ കഴിക്കാനൊന്നും തോന്നില്ലമ്മേ. എടി വിശപ്പില്ലാത്ത പോലെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവിടെ നിക്കവിടെ. ഇന്നലെ രാത്രി കൂടി ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിരുന്ന് എങ്ങനെ പരീക്ഷ എഴുതും മോളെ? വിശപ്പല്ലമ്മേ, പരീക്ഷ പ്രധാനം. ഒക്കെ ഓർമ്മ നിക്കണമെങ്കിലേ ശരീരത്തിന് ആവത് വേണം. ഇറങ്ങും സൗമ്യമ്മേ. അതിന് വിഷ്ണുവേട്ടൻ വരാതെ കുഞ്ഞേച്ചി എങ്ങനെ പോവാനാ? ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ദേ, നീ എന്തിനീ വെപ്രാളം കാണിക്കുന്നേ? നിന്നെ സമയത്ത് അവിടെ എത്തിച്ചോളും വിഷ്ണുമോൻ. വന്നും തോന്നുന്നു. ഇതും കൂടി കഴിച്ചിട്ട് പോ. അമ്മേ, എക്സാം കഴിഞ്ഞ് വരുന്ന വഴി ഞാൻ നന്ദയുടെ വീട്ടിലൊന്ന് കേറിട്ട് വരും. ദേ, കാര്യം എന്തായാലും നീ അമ്പലത്തിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. എന്റെ പൊന്നമ്മ ഇല്ല. പോയിട്ടോ. ശരി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആര് പറഞ്ഞേ? ഇതെന്നെ എത്ര പ്രാവശ്യം വഴി കടത്തിയിട്ടെന്നറിയോ? പന്ന വണ്ടി. എന്നിട്ടാണോ ഇയാൾ ഇത് എടുത്തോണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നേ? പന്ന വണ്ടി എന്ന് പറഞ്ഞില്ലേ? ഇയാൾക്ക് മാച്ചാവണ്ടേ? ഇയാൾ കളിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് വാ, നമുക്ക് പരീക്ഷ എഴുതണ്ടേ? ഒരാള് വരണ്ടേ? ചേട്ടാ, ചേട്ടാ, ഈ വണ്ടി ഒന്ന് നിർത്താവോ? എന്താ? അതെ, ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ വേണ്ടത്? ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഇല്ലല്ലോ. അയ്യേ, ചേട്ടൻ ഈ പത്രം ടി ഒന്നും കാണാറില്ലല്ലേ? ഈ നിൽക്കുന്നതേ ജില്ലാ കളക്ടറാ, ജില്ലാ കളക്ടർ. ഈ ചെറിയ കൊച്ചോ? അയ്യേ, വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല ചേട്ടാ, തലയിലെ കാര്യം. ദേ കണ്ടില്ലേ, മുടിഞ്ഞ തലയാണ്. അതൊരു പക്ഷേ ശരിയായിരിക്കും. അതെ ചേട്ടാ, നമ്മുടെ കളക്ടറമ്മ വരുന്ന വഴിക്ക് നമ്മുടെ പൈലറ്റ് വണ്ടി കേടായി. ദേ കണ്ടില്ലേ, പഞ്ചറായി. അതെ ചേട്ടാ, ചേട്ടന്റെ സൈക്കിളും തന്നിരുന്നെങ്കിലേ. അയ്യോ, അതെന്തിനാ?
പെട്ടെന്ന് ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ എത്തണം ചേട്ടാ, ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. അതിന് ഈ സൈക്കിൾ മതിയോ? തൽക്കാലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അല്ല, അതിപ്പോ ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ അത്ര വിശ്വാസമല്ലാതെ തരണ്ട. പണമായിട്ട് ഈ ബൈക്ക് വെച്ചോ. പിന്നെ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ധൈര്യമായിട്ട് പറയട്ടാ. എന്താ? എന്റെ ഒരു 3.5 സെന്റ് ഭൂമി ജപ്തിയായിട്ട് കിടക്കുക. അതൊന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഒഴിവാക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് സാവകാശം വാങ്ങിച്ചുതരാം. തവണയായിട്ട് അടയ്ക്കാൻ. അത് മതി. സാറ് കളക്ടർ അമ്മയോടൊന്ന് പറഞ്ഞാ മതി. എപ്പോ പറഞ്ഞു എന്ന് ചോദിച്ചാ മതി. ഇതൊന്ന് ശരിയാക്കി കൊടുക്കണേ. നമ്മുടെ ആളാ ചേട്ടൻ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ എന്നാ ഈ വാഹനം എടുത്തോട്ടെ. ഓ, ആയിക്കോട്ടെ. എന്നാ കളക്ടർമാ ഒന്ന് കേറിയാട്ടെ. വരൂ. ഓണം കടിച്ച് മനുഷ്യന്റെ തുള്ളി ഉരിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ കളക്ടർ ആവില്ലേ? പിന്നെന്താ? പെട്ടെന്ന് കയറിയ പരീക്ഷ നമ്മുടെ സമയം നോക്കി നിൽക്കില്ല. അതെ, ഇതിൽ ഞാൻ എവിടെ ഇരിക്കാനാ? മുമ്പിൽ ഒരുപാട് സ്ഥലം കിടക്കില്ലേ? ഇതിപ്പോ എങ്ങനെയാ? എടോ, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന്. ഇയാള് കേറ്. പോവാം. ആശ്വാസമായി. സൈക്കിൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും ജപ്തി ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. എന്റെ ഭാഗ്യം. പാഞ്ഞല്ലോ. നീക്ക ഹോസ്പിറ്റലിൽ പോ. ശാലിനി, എന്തിനു പറ്റിയോ? കൈക്ക് നല്ല വേദനയുണ്ട്. എടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വന്നേ. അതെ, അപ്പൊ എന്റെ പരീക്ഷ. പരീക്ഷയാണോ പ്രധാനം? കയ്യിൽ വല്ല പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വന്നേ. നീ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുന്നിലൂടെ പോലീസ് അകമ്പടിയോടെ പോകുന്നത് ഗോപാലേട്ടൻ കണ്ണുമിഴിച്ച് കാണണം മോളെ. അപ്പോഴേ ഈ ശാരദ വിജയിക്കും. ഇല്ലെങ്കിൽ 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോവും. എന്റെ കയ്യ കുട്ടിയ മോന്റെ. എടോ, വാടോ. പരീക്ഷ തന്നെയാ പ്രധാനം, കൈയല്ല. എന്റെ ജീവിത ലക്ഷ്യം തന്നെ സിവിൽ സർവീസാ. എടോ, എന്നാൽ ഈ കൈ വെച്ചിട്ട് ഇയാളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ശാലിനി ഇന്നത്തെ പരീക്ഷ എഴുതും. എന്നാ പിന്നൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും പെയിൻ കില്ലർ എന്തെങ്കിലും വാങ്ങിക്കാം. അല്ല, അതിനൊക്കെ സമയം പോവില്ലേ? ഇല്ല, ഇവിടെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. എടോ പ്ലീസ്, ഇതെങ്കിലും സമ്മതിക്ക് ശാലിനി. ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം. ഇനി ഹോസ്പിറ്റലും സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും. നിന്റെ IS ഇത്തവണയും പാളിശാലിനി. നമ്മളെ റോള് കഴിഞ്ഞു, നമ്മളൊന്നും അറിഞ്ഞില്ലേ.
പെയിൻ കില്ലറാ. ഇന്ന് രാത്രിയും നാളെ രാവിലെ കൂടി കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെയും വേദന ഉണ്ടെങ്കിലേ എക്സ്റേ എടുക്കണം. പിന്നെ കയ്യിലേ നമുക്ക് ചെറുതായിട്ടൊന്ന് കെട്ടണം. കൈയൊന്ന് കാണിച്ചേ. സോറി, മെല്ലെ മെല്ലെ. നീരുണ്ടെങ്കിലേ ശ്രദ്ധിക്കണമെന്ന ഫാർമസിസ്റ്റ് പറഞ്ഞ്. പിന്നെ കൈക്ക് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ഇപ്പൊ കുറയും, ഇപ്പൊ വേന കുറേ. ഓ, എക്സാം തുടങ്ങാറായെന്ന് തോന്നുന്നു. കുട്ടികളെല്ലാം അകത്ത് കയറി. എടോ, ഇയാൾക്ക് ഇപ്പൊ തന്നെ നല്ല വേദനയുണ്ട്. പരീക്ഷയൊന്നും ബുദ്ധിമുട്ടാവോ? എഴുതാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നാളുകളായിട്ടുള്ള സ്വപ്നം കയ്യെത്തും ദൂരത്ത് വന്ന് നിൽക്കുമ്പോ കൈവേദനയാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ നടക്കുമായിരുന്നു എന്ന് പിന്നൊരു പശ്ചാത്താപം തോന്നാൻ പാടില്ലല്ലോ. എടോ, എന്തായാലും താൻ. സാരമില്ല, ശ്രമിച്ച അതും എന്നെ കൊണ്ട് സാധിക്കും. ശരി, എന്നാ ഞാൻ പോട്ടെ, സമയായി. എടോ, അല്ല ഈ ഫയൽ എന്തിനാ? അത് ഞാൻ മറന്നു. ഇങ്ങതാ, ഞാന് ഇതൊന്ന് ഓൾട്ടിട്ട് എടുത്തരാം. ഇതല്ലേ? ഇതൊക്കെ ഞാൻ വെച്ചോളാം. പിന്നെ താൻ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ ബുള്ളറ്റ് നന്നായിക്കൊണ്ടുവരാം. ശരി. പിന്നെ ബെസ്റ്റ് വിഷസ്. ഈ പരീക്ഷ ഇയാള് ജയിക്കും ശാലിനി. വൈസ് ചാൻസലറിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. ഈ ഒരു കാര്യം മാത്രം നോക്ക്. വൈകുന്നേരം കാളിക്ഷേത്രം സത്യപരീക്ഷ. നീ അത് മറക്കണ്ട. നീ ഇതിനകത്ത് എന്തെങ്കിലും മായത്തിരിവ് കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. പിന്നെ വിഷ്ണു ഒരു കാരണവശാലും അറിയരുത് ഈ സംഗതി. ശരി. അമ്മ ആരെയായി നോക്കുന്നേ? അല്ല, പരീക്ഷ എഴുതാൻ പോയവൾ ഇതുവരെ കണ്ടില്ലല്ലോടി. കുഞ്ഞേച്ചി ഇങ്ങ് വന്നോളൂ അമ്മേ. വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ പോയത്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അവളില്ലല്ലോടി. ഈരാണല്ലോ. ശാലിനി എവിടെ മോനെ? അല്ല, അവളിങ്ങോട്ട് വന്നില്ലേ? ഇല്ല, മോന്റെ ഒപ്പം അല്ലേ ഇവിടുന്ന് പോയത്? അല്ല, ചിലപ്പോ കുഞ്ഞേച്ചി നന്ദയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമേ. നന്ദയോ? അതാരാ? അതവളുടെ കൂട്ടുകാരിയാ.
ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. സീതാ മൗണ്ടിലെ കാളി ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടു. സീതാ മൗണ്ടിലെ കാളിക്ഷേത്രോ? ഇതെന്താ മോനെ കയ്യില്? ഇത് ശാലിനിക്ക് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇത് കുറച്ച് മരുന്നുകളാ. മരുന്നോ? ആ, അത് ഞങ്ങള് പരീക്ഷയ്ക്ക് പോകുന്നതിനിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡന്റോ? അല്ല, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ പരിക്കുള്ളൂ കയ്യില്. ഈ മരുന്നുകൊണ്ട് ഭേദമായിക്കോളും. ശാരദാമ്മ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് കൊടുത്താൽ മതി, പേടിക്കാനൊന്നുമില്ല. എന്നാലേ ഞാൻ പോയിട്ട് വരാം. മോളെ ശരി. വൈകിട്ടത്തെ സത്യപരീക്ഷയുടെ കാര്യം മറക്കണ്ട. സീതാ മൗണ്ടിലെ കാളി ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടു. സീതാ മൗണ്ടിലെ കാളിക്ഷേത്രം, അതിന്റെ കാര്യമല്ലേ അമ്മ വിളിച്ചപ്പോ ശാലിനിയോട് പറഞ്ഞത്? അങ്ങോട്ട് തന്നെ ആയിരിക്കണം ശാലിനി പോയിരിക്കുന്നത്. എന്നോട് പോലും പറയാതെ ശാലിനി അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കും. ആന്റി, എന്താ മോളെ? ആന്റി ഇത് എവിടേക്കാ? ഒന്ന് പുറത്തു പോണം മോളെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന്. എന്താ ആന്റി? ഈ വീടിനെ ഒരു ധൂമകേതു ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനെ ആവാഹിച്ചൊഴിപ്പിച്ചു വിടുന്ന ദിവസം ഇന്ന്. ധൂമകേതു എന്ന് പറയണമെങ്കിൽ അത് ശാലിനി തന്നെ. അവളെ എങ്ങനെ ഒഴിപ്പിക്കാൻ ആന്റിയുടെ പദ്ധതി? എനിക്കൊന്നും മനസ്സിലായില്ല ആന്റി. അവളെ ഞാൻ വിളിപ്പിച്ചിരിക്കുക സീതാ മൗണ്ടിലെ കാളിക്ഷേത്രത്തിലേക്ക് സത്യപരീക്ഷയ്ക്ക്. സത്യപരീക്ഷയ്ക്കോ? അതെ. കള്ളം പറഞ്ഞാരും പിടിച്ചു നിൽക്കില്ല അവിടെ. ആന്റി, ആന്റി അവളെ കൊണ്ട് എന്ത് സത്യം ചെയ്യിപ്പിക്കാൻ പോന്നെ? എനിക്കിതിലെ സത്യം അറിയണം, അത്രേ ഉള്ളൂ. പരപുരുഷന്മാരാരുമായി അവള് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ സത്യപരീക്ഷയിൽ അവള് വിജയിക്കും. അതേസമയം ഗർഭം ഇല്ലാന്ന് സത്യം ചെയ്യാൻ പറഞ്ഞാ അവള് പെടും. പ്രീതിയാകും പ്രതി. നീ എന്താ ആലോചിക്കുന്നത്? ഗർഭിണിയാണോ അല്ലയോ എന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചാ മതി ആന്റി. അത് നമുക്ക് ആലോചിക്കാം. എന്നാ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാം. നീ വരുന്നുണ്ടോ കൂടെ? ഞാനില്ലാതെ എങ്ങനെയാ ആന്റി ശരിയാവുക? ഇതിന്റെ റിസൾട്ട് എനിക്കും കൂടി അറിയണ്ടേ? എന്നാ നീ പോയി ഡ്രസ് മാറി വാ. സാറേ, എടോ, അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെമ്മടുത്തരല്ലേ കാണിക്കുന്നേ? നമ്മുടെ മാരേജ് റിസപ്ഷൻ ആണോ അതോ ഇവരുടെ ദീപാരാധന തൊഴിലാണോ പ്രധാനം? അതെ, നമ്മുടെ മാരേജ് റിസപ്ഷനിൽ ഞാൻ പൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് സാറിന് എന്തെങ്കിലും കുറവുണ്ടായോ? എനിക്ക് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് കൈ പിടിച്ചെന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിടയിലുള്ള സ്നേഹത്തിന് ഒരു പണത്തൂക്കം കുറവുണ്ടായതായി സാറിന് തോന്നുന്നുണ്ടോ? അതെ, അമ്മയും അമ്പലത്തിൽ പോയി. ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് കിട്ടൂ പ്രേമിക്കാൻ. തർക്കിച്ച് സമയം കളയണ്ട. ചായ കുടിക്കുക.
അവര് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ വേണം നമുക്ക് വെയിറ്റിംഗ്. ഇവിടെയാണെങ്കിൽ തീർച്ചയാണോ മോളെ? ഇത് നിത്യപൂജ ഇല്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട അമ്പല. അറിയാം ശാന്തേച്ചി. പക്ഷെ ഇതാ കണ്ടില്ലേ, സത്യാമ്മ ചിലരെയൊക്കെ അമ്പലം തുറക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ വേണം ശാലിനി അഗ്നിപരീക്ഷ നടത്തി വിജയിക്കാൻ. എനിക്കാകെ ഭയമാവുന്നു. ഇതൊക്കെ കുഴപ്പമാവുന്ന തോന്നുന്നത്. ഒരു കുഴപ്പമുണ്ടാവില്ല ശാന്തേച്ചി. ദേ, ആ ശ്രീകോവിലിരിക്കുന്ന ശക്തിയുണ്ട് എന്റെ കൂടെ. പിന്നെ ആരെ പേടിക്കാനാ ഞാൻ? ആ പിന്നെ ഒരു കാര്യം, ഇവിടെ എന്ത് നടന്നാലും അത് പുറത്താരും അറിയരുത്. എന്റെ അമ്മയോ വിഷ്ണുവേട്ടനോ ആരും. ശാന്തേച്ചി, ആ കാര്യത്തിൽ വേണം എന്നെ സഹായിക്കാൻ. ഏറ്റുമോളെ, ഞാനായിട്ട് ആരോടും പറയില്ല. വിശ്വസിക്കാം. ഇത് കുടിക്കൂ കുഞ്ഞേ. എത്ര നേരം എന്തെങ്കിലും കഴിച്ചിട്ട്? വാങ്ങിക്കുമോളെ. നീ ഒന്ന് സമാധാനിക്കുമോളെ. ഇങ്ങനെ മനസ്സൊരുക്കാതെ. കാളിക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്നറിയാതെ ഇങ്ങനെ സമാധാനിക്കു വെച്ച? അശുഭമായതൊന്നും സംഭവിക്കില്ല. അമ്മേ മഹാമായെ, സത്യപരീക്ഷ നടത്താനുള്ള ബലവും ശക്തിയും തന്ന് അനുഗ്രഹിക്കണേ. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങാം. കുട്ടി കാൽമുട്ടുകളിൽ നടന്ന് 7 വട്ടം ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്യണം. കത്തിച്ച കർപ്പൂരം കൈവെള്ളയിൽ ഉണ്ടാവണം. അതണയാതെ വേണം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ. 7 വട്ടം പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് വിശ്രമം ഉണ്ടാവില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചെഴുന്നേറ്റാൽ കുട്ടി സത്യപരീക്ഷയിൽ വിജയിച്ചു. ഇവളെ കൊണ്ടത് പറ്റില്ല. കാരണം പറയുന്നത് കള്ളമല്ലേ. എന്നാ തുടങ്ങിക്കോളൂ. ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുക. കള്ളം പറഞ്ഞ നീ ഈ നടയിൽ രക്തം ഛർദിച്ച് പിടഞ്ഞു വീണ് ചാവുന്നത് എനിക്ക് കാണണോടി. ദേവി, പറയുന്നത് കള്ളമാവാതിരിക്കാനുള്ള വരം തരണം എനിക്ക്. അർജുനേട്ടന്റെയും പ്രീതയുടെയും കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കാൻ നീ തന്നെ തുണയാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.